ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെയും ബോധപൂർവം കുടിനിർത്താൻ വേണ്ടി സാമ്രാജ്യത്വവും അതിന്റെ സാമ്പത്തിക വ്യവഹാരവുമായി മുതലാളിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം കാട്ടാളത്തപരമായിട്ടുള്ള നയങ്ങളുടെ ഭാഗമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനീഷ് ഷാവിന്റെ കൊലപാതകം. വേദാംഗീകരണത്തെ പരിശോധിക്കുമ്പോൾ മുതലാളിത്തം ചരിത്രത്തിന്റെ അവസാനമാണെന്നും ആ മുതലാളിത്തത്തിന് മറ്റു ബദലുകളില്ല എന്ന വാദം ഉയർത്തിയ വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധന്മാരുടെ എല്ലാം വാദമുഖങ്ങളെ ചീട്ടുകൊട്ടാരം പോലെ അട്ടിമറിച്ചുകൊണ്ട് ലോക സാമ്രാജ്യത്വം വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിലൂടെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ലോകത്തിലാകമാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കും വലിയ തരത്തിലുള്ള മേൽക്കൈ നേടുവാൻ സഹായിച്ചിരിക്കുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഡാസ് ക്യാപിറ്റലും അതുപോലെ തന്നെയുള്ള കാറൽ മാർക്സിന്റെ ഗ്രന്ഥങ്ങളും വായിക്കുവാൻ സാക്ഷാൽ മാർപ്പാപ്പ പോലും വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ചിന്താമണ്ഡലങ്ങൾ, ആ ചിന്താമണ്ഡലങ്ങളുടെ രവിചക്രങ്ങൾ ആഡം സ്മിത്തിൽ നിന്നും കാറൽ മാർക്സിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ലോകത്താകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേൽക്കൈ നമുക്കറിയാം. ഏറ്റവും അവസാനമായി USSRന്റെ പതനത്തോടുകൂടി കമ്മ്യൂണിസം അവസാനിച്ചെന്ന് കരുതിയ റഷ്യയിൽ ആ റഷ്യൻ പാർലമെന്റായ ഡ്യൂമയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തരത്തിലുള്ള തിരിച്ചുവരവ് നടത്തുകയുണ്ടായി. ലോക മുതലാളിത്തത്തിന്റെ അന്തർതരമായ അമേരിക്കയ്ക്ക് ഒരിക്കലും പരിചിതമല്ലാത്ത കാറൽ മാർക്സ് മുന്നോട്ട് വെച്ച വർഗവിഭജിത സിദ്ധാന്തം, വർഗവിഭജിതമായ ഒരു സമൂഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യം ഞങ്ങളാണ് 99%, നിങ്ങൾ വെറും 1%. ആ 1% സുവിലോലകത്തിനും അതിന്റെ ആഡംബരത്തിനും വേണ്ടി 99% ഞങ്ങളെ നിങ്ങൾ പട്ടിണിക്കിടുകയാണെന്നുള്ള മുദ്രാവാക്യം അമേരിക്കയിൽ പോലും ഉയർന്നു കേട്ട കാലഘട്ടമാണത്. അങ്ങനെ ലോകമെമ്പാടും വലിയ തരത്തിലുള്ള ഇടതുപക്ഷ മുന്നേറ്റത്തിന് കാതോർക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി അതിന്റെ നേതാക്കന്മാരെ അരിങ്കോല ചെയ്യുന്നതിന് വേണ്ടി ഈ പറയുന്ന വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സഖാവ് അനീഷ് ഷാഹിൻ. സ്വാഭാവികമായും നെടുങ്കണ്ടം എന്ന് പറയുന്ന ഒരു മലയോര പട്ടണത്തിന്റെ വിഷയങ്ങൾ അമേരിക്കയുമായും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളുമായിട്ടും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ടാകും. പക്ഷേ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ആശയത്തിന്റെ പുറത്താണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ എപ്പോഴും ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയ്ക്കകത്തേക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല സാർവദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ പോലും ബാർബർ ഷാപ്പുകളിലും ചായക്കടകളിലും മുറുക്കാൻ പീടികളിലും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. നമ്മുടെ നാടിന്റെ പ്രത്യേകം പറയാൻ പൊതുവേരെയാണെങ്കിലും ഫെഡറൽ കാസ്റ്റയാണെങ്കിലും അലന്റെയാണെങ്കിലും യാത്രാവസ്ഥയാണെങ്കിലും ഇസ്ലാം ഹുസൈനെയാണെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ആ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത്. രാഷ്ട്രീയ പ്രബുദ്ധ എന്ന് പറയുന്നത് അവനവന്റെ വീടിന്റെ ചുറ്റും ഒരുങ്ങിക്കിടക്കുന്നതല്ല, നമുക്ക് വലിയൊരു സാർവദേശീയ വീക്ഷണമുണ്ട്. ആ സാർവദേശീയ വീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാമെന്നൊരു ഗൂഢതന്ത്രമാണ് ഇന്ന് സാമ്രാജ്യത്വം അതിന്റെ ഭാഗമായിട്ടുള്ള മുതലാളിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പരിശോധിക്കുമ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ അധികാരത്തിലിരിക്കുന്ന UDF സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആ ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ മേഖലയാകെ കോർപ്പറേറ്റീസ് ചെയ്യുന്ന ആ ഒരു നയത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടങ്ങളെ നയിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരായി അതിന്റെ നേതാക്കന്മാർക്കെതിരായി
കള്ളക്കേസുകൾ ചുമത്തുകയും ആ വിദ്യാർത്ഥികളെ തുറങ്ങി നടക്കുവാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു ഭരണകൂടം. അതിനുവേണ്ടി നിയമത്തിന്റെ വഴിവീക്കത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിൽ ആകമാനം പ്രകടമാണ്. അത്തരത്തിലുള്ള കാലഘട്ടത്തിലാണ് ഈ മേഖലയിൽ, നെടുങ്കണ്ടം മേഖലയിൽ, ഇടുക്കി ജില്ലയിലെ ഒരു കുടിയേറ്റ പ്രദേശമായ നെടുങ്കണ്ടം മേഖലയിലെ SFIക്ക് കരുത്തിട്ട് നേരിട്ടുണ്ടായിരുന്ന സഖാവ് അനീഷ് രാജൻ എന്ന് പറയുന്ന സഖാവിനെ അധികൃതമായിട്ട് കോൺഗ്രസുകാർ കൊലപ്പെടുത്തുന്നത്. അവന് വലിയ ഒരു ചിത്രമുണ്ട്. ആ വലിയ ചിത്രം എന്ന് പറഞ്ഞാൽ അത്